ജനാധിപത്യത്തിന്റെ പേരിൽ ഗാന്ധിയൻ ആശയങ്ങളെ ഞെരിച്ചുകൊല്ലാൻ സർക്കാരുകൾ ശ്രമിക്കുന്നതായി കേരള മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകരായ ഗാന്ധിയന്മാർ പറയുന്നു. ഇതിനുള്ള ഉദാഹരണമാണ് രാജീവ് ഗാന്ധി യാഥാർത്ഥ്യമാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനത്തിലെ പ്രാദേശിക മദ്യനിരോധന നിയമം നയനാർ സർക്കാർ റദ്ദാക്കിയത്. ഈ നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി ഗാന്ധിയൻ രീതിയിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ഇവർ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരമായ നേതൃത്വം നൽകിയ മഹാത്മജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ മദ്യം പാടെ വർദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇനി 359 ദിവസമാണ് നടക്കുന്നത്. ഒരു കൊല്ലം തികയാൻ 4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷം തികയായി. ജനങ്ങളിൽ പരമാധികാരം നിക്ഷിപ്തമാക്കുക എന്നുള്ളതാണ് ഗാന്ധിയുടെ ലക്ഷ്യം. ആ ഗാന്ധിയുടെ പേരിലുണ്ടായ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ജനങ്ങളിലുണ്ടായിരുന്ന അത് നൽകിയ അധികാരങ്ങൾ നായനാർ പിടിച്ചെടുത്തു. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരകാല മൂല്യങ്ങളെ അനുസ്മരിപ്പിക്കും വിധം അവ തിരിച്ചെടുക്കാനുള്ളൊരു സമരമാണിത്. സമരത്തിന് ഇതിനകം തന്നെ മലപ്പുറം ജില്ലയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയുടെ അനുകൂല പിന്തുണ നേടാൻ സാധിച്ചു. വിജയം വരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഗാന്ധിയന്മാരുടെ പ്രഖ്യാപനം. തീർച്ചയായിട്ടും, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ്, തൊഴിലാളി വർഗം, അതുപോലെ തന്നെ സാധാരണ ജോലി ചെയ്തിരിക്കുന്നവർ. അവർ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കേണ്ട എന്ന പൈസ മുഴുവൻ ചൂഷണം ചെയ്ത് പിടിച്ചു പറിച്ച് കൊള്ളയടിക്കുന്ന ഒരവസ്ഥയാണ് മദ്യവ്യവസായം. മദ്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഓരോ ഗ്രാമത്തിന്റെയും അവകാശം റദ്ദാക്കിയത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിലും ഉച്ച മുതൽ സന്ധ്യ വരെ ജില്ലയിലെ ഓരോ മദ്യശാലകൾക്ക് മുന്നിലുമാണ് ഇവരുടെ സത്യാഗ്രഹം. ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.